ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ ഇവിടം വരെ ആയി. അപ്പോൾ ഞാനും ഇതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സിലബസ് കുറച്ചുകൂടെ വേഗത്തിലും എളുപ്പത്തിലും നമ്മൾ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, PSCയുടെ ഒരു തുടക്കക്കാരെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് സിലബസ് എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് നമ്മളത് പഠിക്കേണ്ടതെന്നുള്ളതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. തീരുന്നില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളും കൂടിയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളുടെ SCERTയുടെ മലയാളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇംഗ്ലീഷ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. പിന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, NCERTയുടെ ക്ലാസ് അല്ലെങ്കിൽ NCERTയുടെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും നോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ചാപ്റ്ററായിട്ട് NCERTയുടെ ഞാൻ ഇട്ട് തരാം നോട്ട്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തിരഞ്ഞു പോവേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ചോദിച്ച ഉടനെ അവർ തരുമൊന്നുമില്ല. ഞാൻ അനുഭവമുള്ളതുകൊണ്ട് പറയുകയാണ്. എനിക്കങ്ങനെ എല്ലാ ടെക്സ്റ്റ് ബുക്കും കിട്ടിയിട്ടില്ല. പിന്നീട് ഞാൻ സമഗ്ര വഴിയാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. NCERT വേണമെന്നുണ്ടെങ്കിൽ. കാരണം VFA ഒക്കെ ആവുന്ന ആ ടൈമിലും അതുപോലെ ബെവ്കളുടെ ഒക്കെ വരുന്ന ടൈമിലും നമുക്ക് NCERT എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബുക്കിന് വേണ്ടിയിട്ട് ഓടാനും നോട്ട്സ് എഴുതാനും നമ്മൾ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് NCERT ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ട്സൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് വേഗം ഇരുന്ന് പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താണ്, അതുപോലെ തന്നെ SCERTയുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് പുതിയത് മാത്രം പഠിച്ചാൽ പോരെ, പഴയത് പഠിക്കണമെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പുതിയത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പഴയത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി പഴയത് സൈറ്റിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സൈറ്റിൽ കയറുന്ന ടൈമിൽ അവർ പറയുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് 2024 എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് പഴയത് കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഈ PSC പള്ളിക്കൂടമൊക്കെ പോലുള്ള ബുക്കുകൾ ഓൾറെഡി മേടിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് പുതിയതിന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പഴയത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാനുള്ള കാര്യത്തിലേക്ക് പോയാലോ. അതിന് മുമ്പായിട്ട് എന്നോട് ഏത് റാങ്ക് ഫയലാണ് എല്ലാവരും നല്ലതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റാങ്ക് ഫയൽ ഒരിക്കലും നല്ലത് മോശം അങ്ങനെ ഇല്ല. അതായത് നിങ്ങൾ കൂടുതൽ തെറ്റുകൾ ഇല്ലാത്ത റാങ്ക് ഫയൽ മേടിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ടാലൻറ്റ് നല്ലതാണ്, ലക്ഷ്യം നല്ലതാണ്. പിന്നെ നമ്മുടെ വേറെ ഏതാ PSC വിന്നറോ അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട് റാങ്ക് ഫയലും കാര്യങ്ങളൊക്കെ. അത് നല്ലതാണ്. സൈലത്തിൻ്റെയും കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ സൈലത്തിൻ്റെയിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടെന്നൊക്കെ അന്ന് പറയുന്നത് കേട്ടു. പക്ഷേ അവർക്കത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളത് ജസ്റ്റ് നോക്കിയിട്ട് ഏതാ നല്ലത് നോക്കിയിട്ട് മേടിക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലക്ഷ്യയുടെ ആണ് കേട്ടോ. ഞാൻ ലക്ഷ്യയുടെ ആളാണ്. എനിക്ക് ലക്ഷ്യയാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ്. ഞാൻ 10th അതുപോലെ +2 ലെവൽ ഞാൻ അങ്ങനെ ഇതുവരെ എഴുതിയിട്ടില്ല. നമ്മുടെ ഡിഗ്രിക്കാണെങ്കിലും എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ തന്നെയാണ്. ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ ഇതിൽ മുഴുവനും നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് പോയാലോ. ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ സിലബസ് എങ്ങനെ നമുക്ക് വേഗത്തിൽ തീർക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഇതാണ്ടോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഞാൻ യൂസ് ചെയ്യുന്ന റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഇപ്പോൾ ലക്ഷ്യയുടെ ആണ്. കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ലക്ഷ്യയുടെ ആണ്. എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് കേട്ടോ. വേറെയും നമ്മുടെ ടാലൻറ്റിൻ്റെയൊക്കെ 10th ലെവലിൻ്റെ റാങ്ക് ഫയൽ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സിലബസ് വേഗത്തിൽ തീർക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണേ. നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് വരുന്നത് ഇതാണ്. ഓക്കെ, കണ്ടോ, ഇതാണ് ഡിഗ്രി ലെവൽ. നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ എല്ലാം കൂടെ വരുന്നത് ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിൽ ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 10 മാർക്കിനാണ് അല്ലേ. നമ്മൾ ഈ സിലബസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും 10 മാർക്കിനാണ്. പക്ഷേ ഒരു റാങ്ക് ഫയൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ്ടോ, ഇതാണ് നമ്മുടെ ഒരു റാങ്ക് ഫയൽ. ഇത് നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യയുടെ തന്നെ വോളിയം വോളിയം 3 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഹിസ്റ്ററി, ജോഗ്രഫി അല്ലേ, ടോട്ടൽ 10 മാർക്കിന്. ഹിസ്റ്ററി, ജോഗ്രഫി വരുന്നത്
ഇത്രയുണ്ട് അല്ലേ, ഇത്രയും വരുന്നുണ്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് മുഴുവൻ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്? ഒരിക്കലുമില്ല, ഇത് മുഴുവനും നമുക്ക് ആവശ്യമില്ല. മനസ്സിലായോ? അതായത് ഒരു റാങ്ക് ഫയൽ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത്, ഒരു റാങ്ക് ഫയൽ നമ്മൾ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ പഠിത്തം ആരംഭിക്കുമ്പോൾ അതിലെ 50% അല്ലെങ്കിൽ 60% നമുക്ക് വേണ്ടാത്തതാണ്. വേണ്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തിരിച്ചറിഞ്ഞ് പഠിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. മനസ്സിലായോ? ഒരു 10 മാർക്കിന് വേണ്ടിയിട്ട് ഈ മുഴുവൻ റാങ്ക് ഫയലും പഠിച്ചിട്ട് പോകണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ആ 10 മാർക്കും നമ്മളിത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. കാരണം എന്താണ്? NCERT ഉണ്ട്, SCERT ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന റാങ്ക് ഫയലൊക്കെ അത് ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് ഏതാണ് SCERT എന്ന് വന്നത്, ഏതാണ് NCERT എന്ന് വന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് തിരിച്ചറിയാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. ഒരു റാങ്ക് ഫയൽ മേടിച്ച് മുഴുവൻ അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ഉറപ്പില്ല. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? PSC റാങ്ക് ഫയൽ നോക്കിയിട്ടല്ല ചോദ്യപേപ്പർ ഇടുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ ഈ റാങ്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ റാങ്ക് ഫയൽ മേടിച്ച് പഠിച്ചിട്ടില്ല, റാങ്ക് ഫയൽ നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റാങ്ക് ഫയൽ നോക്കി പഠിക്കാതെ അവർക്ക് എങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട്? അല്ലേ? അവരെന്ത് ചെയ്തു? അവർ സിലബസ് അനുസരിച്ച് പഠിച്ചു. സിലബസ് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ സിലബസിൽ എന്താണോ വേണ്ടത്, ഒരു പരീക്ഷയ്ക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് അവർ പഠിച്ചു. സോ അതുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. കണ്ടോ? ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്ന സമയത്തും ഇതിൽ ആവശ്യമുള്ളത് മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. സകലതും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് വായിച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെ അത് നമ്മൾ എങ്ങനെയാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമ്മൾ അറിയുക. അതായത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലേ. PSC പഠിക്കുന്ന ഒരാൾക്ക് വായിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. എന്തൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ എന്ന് ചോദിക്കും, എങ്ങനെ ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഒരു ഐഡിയയിലൂടെ മാത്രമേ നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് മാറ്റി നിർത്തി നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ PSCയുടെ എക്സാമിൻ്റെ കാര്യങ്ങൾ, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് പറയുന്നൊരു കാര്യം എന്താണ്? ഡിലീഷൻ മെത്തേഡ് പഠിക്കണം അല്ലേ? ഡിലീഷൻ മെത്തേഡ് പഠിക്കണം. ഡിലീഷൻ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയും 2 ഓപ്ഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഉത്തരത്തിലോട്ട് എത്താനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളത് ഇപ്പോൾ എല്ലാ സാർമാരാണെങ്കിലും എല്ലാം കോച്ചിങ് സെൻറ്റർ ആണെങ്കിലും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നല്ല, അത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വായിക്കണം. നമുക്ക് നമ്മുടെ വായന കൂട്ടണം. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഏതാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു റാങ്ക് ഫയൽ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക. ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് വെറും ഒരു ബേസാണ്, അല്ലാതെ അതിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് ജോലി കിട്ടാനൊന്നും പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മാറ്റി നിർത്തിയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ടല്ലോ, നമ്മുടെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് അല്ലേ, 50 മാർക്ക് അതിനാണ്. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അത് അറിഞ്ഞ് പഠിക്കാനായിട്ട് കൂടുതലും നോക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറ്റും. ഓക്കെ. പിന്നെന്താണ്, ഇനിയിപ്പോൾ എല്ലാവരും എക്സാം ടാർഗറ്റ് ചെയ്യുന്നത് VFA ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ചെറിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ചെറിയൊരു ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇരുന്ന് 10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ചെറിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരു 1 അവർ ഒരു ദിവസം പഠിക്കുക, പിറ്റേ ദിവസം അത് 1.5 അവർ ആക്കുക, പിറ്റേ ദിവസം അത് 2 hours ആക്കുക. അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കൂട്ടി പോവുക. ഓക്കെ. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എക്സാമിൻ്റെ ടൈം എത്തുന്ന സമയത്ത് നമുക്കൊന്ന് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ഓക്കെ. അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ. പിന്നെ ചോദിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നതെന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല കേട്ടോ. നോട്ടിഫിക്കേഷൻ ഈ ഇയർ തന്നെ വരും. ഓക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട. അതിന് മുമ്പ് പറ്റുന്നവർ മാക്സിമം പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയാനുള്ളൂ. ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ഓക്കെ. സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ആവശ്യമുള്ളത് പഠിക്കുക. ഓക്കെ. നമ്മുടെ റാങ്ക് ഫയൽ മാത്രം ഒതുങ്ങാതിരിക്കുക, ബാക്കിയുള്ള സോഴ്സസും കൂടെ നിങ്ങൾ ഉപകാരപ്പെടുത്തുക. ഓക്കെ.